ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം എല്ലാം സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമൂഹത്തെ അവഗണിച്ചാൽ ജീവിതം പ്രയാസമാകും. ഒരു പ്രമാണവുമില്ലാതെ ജീവിക്കുന്ന സമൂഹത്തോട് ചേർന്നു നിന്നാൽ നാം അധപതിക്കും. നമ്മുടെ ബോധ്യവും വിശ്വാസവും ഉപേക്ഷിക്കാതെ പൊതുജനങ്ങളുടെ ആശയങ്ങളെ കണക്കിലെടുത്ത് തീരുമാനം ചെയ്യുകയാണ് ശരിയായ മാർഗം. ശമൂവേൽ പ്രവാചകന്റെ കാലം വരെ ഇസ്രായേലിൻ്റെ ജീവിത രീതി ഒരു സഭയുടെ മാതൃകയിലായിരുന്നു. പ്രവാചകന്മാർ അവരെ നയിച്ചു. ചുറ്റുപാടുമുള്ള ജാതികൾക്ക് രാജാക്കന്മാരുള്ളതുപോലെ അവർക്കും ഒരു രാജാവ് വേണമെന്ന് അവരാഗ്രഹിച്ചു. ശമൂവേലിന് അതിഷ്ടപ്പെട്ടില്ല. ദൈവം ശമൂവേലിനോട് ഈ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. വരുവാൻ സാധ്യതയുള്ള ആപത്തിനെക്കുറിച്ച് അവരോട് പറയണം. അതിനുശേഷം എന്തു തീരുമാനമെടുക്കുന്നുവോ അതിനോട് യോജിക്കണം. അവരുടെ അപേക്ഷയനുസരിച്ച് പ്രവർത്തിക്കണം. സ്വന്തം അഭിപ്രായം വ്യക്തമായി പറയുകയും പിന്നീട് പൊതുവായി ചെയ്യുന്ന തീരുമാനത്തെ ബഹുമാനിക്കുകയും വേണം. ഈ ഉപദേശമനുസരിച്ച് ശമൂവേൽ പ്രവർത്തിച്ചു. നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. ആവുന്നത്ര മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ ശ്രമിക്കണം. അവസാനം എല്ലാവരും ചേർന്ന് എന്തു തീരുമാനത്തിലെത്തുന്നുവോ അതിനെ മാനിക്കണം. ജനായത്ത ഭരണത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. നമ്മിലാരും തെറ്റിൻ്റെ വരമുള്ളവരല്ലല്ലോ. നാം നിർബന്ധ ബുദ്ധികളാകരുത്. പലരുടെ ചിന്തകൾ ഒരുമിച്ച് ചേരുമ്പോൾ പുതുതായി ഒരു ദർശനവും ആരുടേതുമല്ലാത്ത ഒരു പുത്തൻ ആശയവും ഉയർന്നു വരും. അതിനെ ബഹുമാനിക്കുവാൻ നാം പഠിക്കണം. അത് കുടുംബത്തിനകത്തും പുറത്തും നിലവിൽ വന്നാൽ നമുക്ക് സമാധാനമായി ജീവിക്കാം. നാം മാത്രമാണ് ബുദ്ധിമാന്മാരെന്ന് കരുതാതെ മറ്റുള്ളവരുടെ ആശയങ്ങളെ ബഹുമാനിക്കുവാൻ ശ്രമിക്കണം. നമ്മുടെ ആശയങ്ങൾ സമൂഹത്തിന് കൊടുക്കുകയും സമൂഹത്തിൻ്റെ ചിന്തയെ ബഹുമാനിക്കുകയും ചെയ്യുക. സദൃശവാക്യങ്ങൾ 2:10. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. അതു നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.